disconnected. ഹായ് പ്രിയ സുഹൃത്തുക്കളെ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സാധാരണ ഞാൻ അങ്ങനെ പെട്ടെന്ന് എപ്പോഴും ക്ലബ് ഇടുന്ന ആളൊന്നും അല്ല. അപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ നിങ്ങളുമൊക്കെ ആയിട്ട് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇപ്പം ഞാൻ കുറേ നാളായി മതവിമർശന മേഖലയിലാണുള്ളത്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം ആ മേഖലയിൽ. അപ്പം ഞാൻ ഏത് വിഷയങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായി റെഫറൻസുകൾ അടക്കം തന്നെ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. ഏത് കാര്യമായിരുന്നാലും, ഖുർആൻ ആകട്ടെ, ഹദീസ് ആകട്ടെ, ഇസ്ലാമിക പ്രഭാഷകരുടെ വീഡിയോയ്ക്ക് മറുപടി ആകട്ടെ, ഇതിനെല്ലാത്തിനും വ്യക്തമായ തെളിവുകൾ അടക്കം മാത്രമേ ഞാൻ ഒരു വിഷയം സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്നെ ഒന്ന് കുരുക്കാൻ 2-3 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്. മുബീന നിജാസ് എന്നാണ് അവരുടെ പേര്. അവര് വിദേശത്തിരുന്ന് എനിക്കെതിരെ കേരളത്തിലുള്ള വിശ്വാസികളെ ഒന്ന് ഏകോപിപ്പിക്കാൻ സംഘടിതമായി, രഹസ്യമായും പരസ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെതിരെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഞാൻ ചെയ്യും. പ്രശ്നമൊന്നുമില്ല. കോടതിയെങ്കിൽ കോടതി, കേസെങ്കിൽ കേസ്, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇത് കേരളമാണെന്നും ഈ കേരളത്തില് മാത്രമായിട്ടൊരു ഭരണഘടനയില്ല. കേരളം ഇപ്പോൾ താലിബാൻ ആക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമം ഇതുവരേക്കും പൂവണിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ ജനാധിപത്യത്തിന്റെ മാധുര്യം അറിഞ്ഞു തന്നെ ജീവിക്കുന്നവരാണ്. ഇന്ന് എനിക്കെതിരെ സംഘടിതമായി കേരളത്തിലുള്ള ജനങ്ങളോട് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുക, ആ രൂപത്തിൽ അവരെയൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക, അത് നിങ്ങളുമൊക്കെ ആയിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ക്ലബ് ഇട്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. എനിക്ക് പറയാനുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ ഞാനും പറയാം. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നമ്മുടെ ക്ലബ്ബ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ആരെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സ്പീക്കേഴ്സ് പാനലിലേക്ക് ഞാൻ ക്ഷണിക്കാം. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ഹാൻഡ് റൈസ് ചെയ്യുക, അവരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. കുഴപ്പമില്ല. എനിക്കിത് 2-3 മണിക്കൂറൊന്നും മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം മോണിറ്റർ ചെയ്യാൻ ആരെങ്കിലും ഒരാളെയും കൂടി കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ആരെയും ഇതുവരെ കിട്ടിയില്ല. നോക്കട്ടെ, ആരാണെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ളവർ വരട്ടെ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ ഭരണഘടന പോലും മാറ്റി എഴുതത്തക്ക രൂപത്തിൽ കഴിവുള്ളവരായോ ഈ മതവിശ്വാസികൾ? ഈ ഇസ്ലാം മതത്തിന്റെ, അതായത് സമാധാന മതത്തിന്റെ വക്താക്കൾക്കു മാത്രമായി ഒരു ഭരണഘടനയും ഒരു നിയമ സംവിധാനവുമൊക്കെ ഈ ഇന്ത്യക്കകത്തങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് വിമർശിക്കുന്നത്? ഏത് ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്കതീതമല്ല ഒന്നും, വിമർശനങ്ങൾക്കതീതമല്ല ആരും എന്നിരിക്കെ എങ്ങനെ ഈ വസ്തുതയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ച ആളാണ്. ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ച ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിഷയം മതപരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിലെ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ വസ്തുതകൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്കെതിരെ നിയമങ്ങളുമായി അത് പൊയ്ക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന വികാര ജീവികളുണ്ട്. അവർ ഈ വിഷയത്തെ എങ്ങനെ എടുക്കും എന്നതാണ് നമ്മുടെ പ്രശ്നം. അതായത് ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും നടന്നു പോകുന്നു, കുട്ടിയുടെ ഒരു പേരൻസ് മീറ്റിങ്ങിന് പോകുന്നു, ഇവരുടെ വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരാൾ ഒരു കത്തി കൈപ്പിടിയിൽ ഒതുക്കില്ല എന്ന് ആര് കണ്ടു? നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്നെനിക്കൊരു ഉറപ്പുമില്ല. കാരണം 4 പാടും ഇങ്ങനെ രഹസ്യമായും പരസ്യമായും എനിക്കെതിരെ ആളുകളെ ഉണ്ടാക്കാനും തിരിക്കാനും ചിലർ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു മതേതര ഇന്ത്യയാണ്.
ഈ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏതു മതം സ്വീകരിക്കാനും ഏതു മതം നിരാകരിക്കാനുമുള്ള റൈറ്റ്സ് ഉണ്ട്. ഏതു മതത്തെയും വിമർശിക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ ഏത് വിഷയവും സംസാരിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇപ്പൊ എന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിക്കേണ്ടി വരും. കാരണം ഞാൻ അത്ര വലിയ ഗാന്ധിയനൊന്നും അല്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും തിരിച്ചു വിളിക്കും. അങ്ങനെ ഒരു 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 വിഭാഗത്തിന് വേണ്ടി മാത്രം കുത്തകയാക്കി വെക്കേണ്ടുന്ന വസ്തുതകളൊന്നും അല്ലല്ലോ ഒന്നും. അപ്പോ അവര് ഈ കേരളത്തിലുള്ള എല്ലാ വിശ്വാസികളെയും മതത്തിന്റെ പേര് പറഞ്ഞു, നമ്മുടെ പടച്ചവനെ പറയുന്നു, നമ്മുടെ റസൂലിനെ പറയുന്നു. അതുകൊണ്ട് ഇവരെ നമുക്ക് ഒതുക്കണം, ഇവരെ നമുക്ക് ഇല്ലാതാക്കണം, ഇവരെ നമുക്ക് ഉത്തരം മുട്ടിക്കണം, അങ്ങനെയൊക്കെയുള്ള രൂപത്തില് പിന്നെ സമൂഹത്തിലെ ഏറ്റവും വലിയ നാശമാണ്, വിപത്താണ്, കേരളത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ് എന്നൊക്കെ വിദേശത്തിരുന്നിട്ട് ഒരു സ്ത്രീ അങ്ങ് ആഹ്വാനം ചെയ്യാനൊക്കെ ഇരുന്നാല് ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ട് ഇന്ന് എനിക്കെതിരെ വന്ന ഈ വിഷയം നാളെ നിങ്ങളിൽ ഓരോരുത്തർക്കും വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നിത് ഞാനായി ഇര, നാളെ നമ്മളിൽ ഓരോരുത്തരുമാകും. ഇതിനു മുമ്പ് നൂപുർ ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ BJP-യുടെ വക്താവായ കാരണം, ഒരു കാഫിറായ സ്ത്രീയായ കാരണം, അവര് പ്രവാചക ചരിത്രങ്ങളിൽ പ്രവാചക ഹദീസുകളിൽ ഉള്ള ഒരു വസ്തുത തുറന്നു പറഞ്ഞപ്പോൾ ഇവിടെ വലിയ വിഷയമുണ്ടായി. ആ പ്രശ്നം തന്നെ രൂക്ഷമാക്കിയത് ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആ സുബൈറിന് എത്രയാണ് അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് കണ്ടവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ പണം പറ്റി ഈ കേരളത്തിലെ വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് എന്തും പറ്റും. ഇപ്പോ മതപരമായി ഖുർആനും ഹദീസും അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിൽ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അവരുടെ മുഖ സൗന്ദര്യം മറ്റുള്ളവർ കണ്ടാൽ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദിന റീഹഹാ. പ്രവാചകൻ പറഞ്ഞതാണത്. ചില സ്ത്രീകളുണ്ട് വസ്ത്രം ധരിച്ചിട്ടും അവർ നഗ്നരായിരിക്കും. അവരുടെ ശരീരത്തിന്റെ വടിവുകൾ അവർ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരിലേക്ക് അവൾ ചായാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ തങ്ങളിലേക്ക് ചായ്ക്കാൻ ശ്രമിക്കുന്നു. അവൾ ഒരിക്കലും സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കുകയുമില്ല, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതാ. ഇപ്പോ നമ്മൾ ഇതിനെയൊക്കെ മതപരമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ഇവര് മതത്തിന്റെ വക്താവായി നിന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെനിക്കെതിരെ ഒന്ന് വന്നിരുന്നു. എനിക്കപ്പോ മനസ്സിലായി മര്യാദയ്ക്ക് ഇസ്ലാമിലെ ആശീർവാദം പോലും തെറ്റില്ലാതെ പറയാൻ അറിയുന്ന ഒരു ലേഡിയല്ല. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, അതിലെ ഒരു അധ്യായം പോലും തെറ്റാതെ ഓതാൻ അറിയുന്ന സ്ത്രീ അല്ല എന്നെനിക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് എന്നെ സംവാദത്തിന് വിളിച്ചു. ദുബൈയിൽ വന്നിട്ട് ഒരു ഒരു ലൈവ് ഇട്ടാൽ മതി, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോഴേക്ക് ഞാൻ ഇറങ്ങി വരാം, അപ്പൊ നമുക്ക് സംവദിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് സംവദിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, മതപരമായി ഒരു ചുക്കും ചുണ്ണാമ്പും ഈ ലേഡിക്ക് അറിയില്ല. പിന്നെ ഒരു തട്ടമിട്ടിട്ട് വന്ന് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക വിശ്വാസികളും വീഴും. ഇപ്പോ ഒരു യുവാവുത ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത്? ഒരു ആരോഗ്യവും ശരിയാണ്, വളരെ ശരിയായ കാര്യം. സമ്പത്തുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഹജ്ജിന് പോകേണ്ടത്. അവർക്ക് ഇത് മറ്റുള്ളവർ ധാരാളം ഇടയ്ക്ക് കയറുന്നേ, ഇടയ്ക്ക് കയറുന്നത് സംസാരിക്കാൻ അവസരം തരുമ്പോൾ മാത്രമേ സംസാരിക്കാവൂ. അപ്പോ ഒരാള് ഹജ്ജിന് പോകാൻ ആ പട്ട് എന്ന് പറഞ്ഞ ആളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പോ മതപരമായി ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത്? സമ്പത്തുള്ളവൻ ചെയ്താൽ മതി, ആരോഗ്യമുള്ളവൻ ചെയ്താൽ മതി. മക്കയിൽ ചെന്ന്, വിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യല്
ഇസ്ലാമിന്റെ 5ാമത്തെ സ്തംഭങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോഴിതാ ഇത്രയും കാലം ഗൾഫിൽ നിന്ന ഒരു യുവാവ്, അയാൾക്ക് അന്നേരം ഒന്നും ഹജ്ജിന് പോകണമെന്ന് തോന്നിയില്ല. നാട്ടിലെത്തിയതിനു ശേഷം ഹജ്ജ് ചെയ്യണമെന്ന് തോന്നി. ഉടനെ തന്നെ ആദ്യം ചെയ്തത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തൂടെ കുറെ വീഡിയോസ് ലോഡ് ചെയ്യുന്നു. ഞാൻ ഇന്നടത്തെത്തി. എന്നിട്ട് കുറേയധികം ആളുകൾ അനുഗമിക്കുന്നു, പൂമാലയിടുന്നു, പ്രധാനമന്ത്രിയേക്കാൾ വലിയ രൂപത്തിൽ സ്വീകരിക്കുന്നു, സെൽഫി എടുക്കുന്നു, കൈമുത്തുന്നു, കാലുമുത്തുന്നു. ഇതൊക്കെയും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ട് കാൽനടയായി ഹജ്ജിന് പോകുന്നു. ആദ്യം ഇറങ്ങിയ സമയത്ത് കയ്യിൽ ഒരു ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാഗ് ഒന്നും കാണുന്നുമില്ല. അദ്ദേഹം ഓരോ ടൗണിൽ എത്തുന്നതിന് മുമ്പ് കുറെ അധികം ആളുകൾ ഡിക്ലെയർ ചെയ്യും, അയാൾ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ആ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഒന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞൊരു നോക്കിയ ഫോണുമായി ഒരു യുവാവ് ഇറങ്ങിയപ്പോൾ കോടിക്കണക്കിന് പണമുണ്ടാക്കി ഡോക്ടറേറ്റ് നൽകി നന്മമരമാക്കിയ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ അറിഞ്ഞാ മതി. മാമുക്കോയ പറയുന്നത് പോലെ അത്രയും അറിഞ്ഞാ മതി. ഇസ്ലാമിന്റെ എല്ലാം അറിഞ്ഞു. അങ്ങനെ ഒരു പെണ്ണ് തട്ടമിട്ടു നിന്നു. എന്നിട്ട് ജിമ്മിന് പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ശരീരം ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ കാണിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ കാണിക്കുന്നു. അപ്പോ മറ്റുള്ളവർ വന്നിട്ട് ഹായ് താത്ത കൊള്ളാം, സൂപ്പർ, അടിപൊളി എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. എന്നിട്ട് ഇവര് പറയുന്നത് ഞങ്ങളൊക്കെ ഈ മതം ഉപേക്ഷിച്ചു പോയി, മതം വിട്ടു പോയവരാണ്, അതുകൊണ്ട് നമ്മളൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണ്, ഇവരോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ചിപ്പിക്കകത്തടയ്ക്കപ്പെട്ട മുത്തുപോലെയുള്ള ഹൂറികളുമാണ്. ഓക്കെ, ആയിക്കോട്ടെ, നിങ്ങൾ ഹൂറിയാകുന്നതിന് ഞങ്ങൾക്കൊരു വിരോധവുമില്ല. എനിക്കാണെങ്കിൽ വിറകുകൊള്ളിയാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തീർന്നു സംഗതി. ഇവിടെ തീരേണ്ടുന്ന ഒരു വിഷയത്തെ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇത്രയധികം വലുതാക്കി ഒടുവിൽ ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഒരു കേസ്. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കേസും വഴക്കുമൊക്കെ സാധാരണഗതിയിൽ വക്കീലന്മാർക്ക് ജോലി ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ഈ ഇരവാദമുണ്ടല്ലോ, ഇത് കുറച്ച് കടുപ്പമാണ്. പിന്നെ എനിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കേസ് കൊടുക്കണം. പിന്നെ വേറെ ആരുടെയും ചാനൽ നിങ്ങൾ കാണരുത്, എന്റെ ചാനൽ മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ 2 ലക്ഷവും 4 ലക്ഷവും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നവരൊന്നുമല്ല. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയാൽ അവർക്ക് 3000 ഉള്ളൂ 300 ഉള്ളൂ എന്ന് ആക്ഷേപിക്കുക. ഇതെന്താ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ടുവന്ന സബ്സ്ക്രിപ്ഷനാ? ആരെങ്കിലും ഒരാൾ 1-2 ദിവസം വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ. അതിന്റെ ഒന്നും അഹങ്കാരത്തിന്റെ ആവശ്യമില്ല. അപ്പോ ഇവര് ശരീരം കാണിച്ച് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും മതം വിട്ടതിന്റെ പേരിൽ എന്നെയൊക്കെ നിശിതമായി വിമർശിക്കുന്നു, തെരുവ് വേശി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും തിരിച്ചു പറയില്ല. ഞാൻ ഗാന്ധിയൊന്നും അല്ലല്ലോ. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാനൊന്നും എനിക്കറിയില്ല, ചവിട്ടി തള്ളിയിടും ഞാൻ. എന്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഇവര് അവസാനം എനിക്കെതിരെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ അള്ളാഹുവിനെ കുറ്റം പറയുന്നുണ്ട്, നമ്മുടെ റസൂലിനെ കുറ്റം പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ഇവർ ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇപ്പം ഇടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ സ്പീക്കേഴ്സ് പാനലിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് സംസാരിക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ടീച്ചറെ, ഈ വിഷയത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂബർ ശർമ്മയുടെ വിഷയത്തിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ക്യാരി ഓൺ. നമ്മുടെ വിഷയവും അത് തന്നെയാണ്. അതെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് ഇസ്ലാമിസ്റ്റുകളെ മാത്രം പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാല് നമ്മളെ വിദ്യാസമ്പന്നരായ കേരള ജനതയിൽ നല്ലൊരു വിഭാഗം ആളുകൾ പോലും നൂബർ ശർമ്മ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പൊ ടീച്ചർ മനോരമയുടെ മുഖപ്രസംഗം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അക്ഷരം പോലും പിന്നെ നൂബർ ശർമ്മയെ പ്രകോപിപ്പിച്ച ആളെ കുറിച്ചോ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെ കുറിച്ചോ ഒരു അക്ഷരം മനോരമ വെണ്ടക്ക
ഒരു ഫുൾ ലെങ്ത്തുള്ള മുഖപ്രസംഗം ഒരു വസ്തു പോലും എഴുതിയിട്ടില്ല. ഇതൊക്കെ ഏകപക്ഷീയമായിട്ടുള്ളത് എന്താ പറയാ, ഒരു സുഖകരമായ കാര്യമല്ല. ഒരു പ്രശ്നം ഉണ്ടാകും, അതിന്റെ നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറഞ്ഞ മാതിരി രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് മനോരമ പോലും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മളവിടുത്തെ സൊസൈറ്റിയിലുള്ള ഒരു നിലപാടുകൾ. അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. വൈ ഷീ വാസ് പ്രോംപ്റ്റഡ് ടു ടോക്ക് സച്ച് എ വേ എന്നുള്ള കാര്യത്തിന് മനോരമ ആൻസർ ചെയ്യുന്നില്ല. ഇതെല്ലാം ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അവസരത്തിലാണ് ടീച്ചറെ പോലുള്ള ആളുകൾ കാര്യങ്ങൾ തുറന്നു പറയാനെ ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നത്. വളരെ സ്വാഗതാർഹമായ നിലപാടുകൾ തന്നെയാണ് നമ്മുടെ ടീച്ചർ. ഇപ്പൊ അതുപോലെ തന്നെ ആലപ്പുഴ കളക്ടർ വിഷയത്തിലായാലും ഗവൺമെന്റ് നിലപാട് മാറ്റി. ഇതൊക്കെയാണ് നമ്മളെ ഈ സമൂഹത്തിലുള്ള പ്രശ്നം, എസ്പെഷ്യലി കേരളത്തിലുള്ള. ഇതിന് ടീച്ചറെ പോലുള്ള ആളുകൾ തന്നെ മുന്നിൽ നിന്നാൽ തന്നെ ഒരു മാറ്റങ്ങൾ വരുമെന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതിൽ ടീച്ചറെ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ നീതി പ്രതീക്ഷിക്കുകയേ അരുത്. പ്രത്യേകിച്ച് എതിർഭാഗത്തു വരുന്നത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണെങ്കിൽ മുൻകഴിഞ്ഞ ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന ഒരു യുവാവ് എത്ര മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാർത്ത കൊടുക്കില്ല. പിന്നെ മറുനാടനെ പോലെയുള്ള ആളുകൾ സെലക്റ്റീവായിട്ട് ചില വാർത്തകൾ എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ മാധ്യമങ്ങളിൽ നിന്നും നീതി പ്രതീക്ഷിക്കരുത്. അദ്ദേഹം ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നൂപുർ ശർമ്മയുടെ വിഷയം തന്നെ എടുക്ക്. നമുക്കറിയാം, ഈ കേരളത്തിലെ യുക്തിവാദികൾ പോലും നൂപുർ ശർമ്മ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനായിരുന്നു മുന്നോട്ട് വന്നത്. എക്സ് മുസ്ലിംസ് പോലും അങ്ങനെ പറയാനായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. കാരണം എതിർഭാഗത്തുള്ളത് ഇസ്ലാം മതവിശ്വാസികളാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും അവർക്ക് ഇവരെ പ്രീണിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. എന്നാൽ ഭയമില്ലാത്തവർ, എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ ബലിയാടുകളാണ് ഇതിലുള്ള. അപ്പൊ ഈ നൂപുർ ശർമ്മ, നമുക്കറിയാം, ഗ്യാൻവാപ്പി വിഷയത്തില് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ നടന്ന ഡിബേറ്റ് ആണ്. എതിർപക്ഷത്തുണ്ടായിരുന്ന, മലപ്പുറത്ത് നിന്നിട്ട് SDP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വ്യക്തിയാണ് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നൂപുർ ശർമ്മയുടെ ദൈവവിശ്വാസത്തെ നിശിതമായി വിമർശിക്കുകയും അപഹസിക്കുകയും ചെയ്തപ്പോൾ നൂപുർ ശർമ്മ തിരിച്ച് പ്രമാണങ്ങളിൽ ഉള്ള വസ്തുത 3 പോയിന്റ് ഔട്ടാക്കി പറഞ്ഞു. പക്ഷേ അവര് പറഞ്ഞത് തന്ത്രപൂർവം മുറിച്ചു മാറ്റി ആൾട്ട് ന്യൂസ് സഹസ്ഥാപകനായ സുബൈർ എന്ന് പറയുന്ന വ്യക്തി നൂപുർ ശർമ്മ പ്രവാചക നിന്ന നടത്തിയ BJP നേതാവ്, BJP വക്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് കൊടുത്തപ്പോൾ അതിന് പ്രവാചക നിന്ന എന്ന ഒരു പരിവേഷം കൂടെ കിട്ടി. നമ്മുടെ ജോസഫ് മാഷ്ഡ് കൈവെട്ടിയ വിഷയം നമുക്കറിയാം. എത്ര മാധ്യമങ്ങൾ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും ജോസഫ് സാറെ വിഡ്ഢിയെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു രീതി പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ വെങ്കിട്ടരാമനെ സംബന്ധിച്ച്, ശ്രീറാം വെങ്കിട്ടറാം എന്താണ്, ഇസ്ലാം മത തീവ്രവാദികൾ ഒന്ന് പുറത്തിറങ്ങി, അവര് കുറച്ച് തലയെണ്ണം കൂടുതലാണല്ലോ. നമ്മുടെ നാട്ടിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഭയന്നു. AP ഒന്ന് കണ്ണുരുട്ടി, പിണറായി ഭയന്നു. ഇതിങ്ങനെ പോയാൽ താലിബാൻ അല്ല, പാകിസ്ഥാൻ തന്നെ ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യ തന്നെ ആയി മാറും. അങ്ങനെ ഏതാണ്ട് കേരളത്തെ ഇവർ താലിബാൻ ആക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം പ്രീണനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മളിൽ പോലെ ഒറ്റപ്പെട്ട ചില ആളുകൾ വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മളെ വായടപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ചിലർ സംഘടിതമായി ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഞാനൊന്നും ഒരു സംഘടനയുടെയും വക്താവല്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വരിക എന്നത് മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല, ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം യുക്തിവാദ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല ഞാൻ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പ്രത്യേകമായിട്ട് ഒന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളാണ്. എന്റെ പിന്നിൽ ഒരുപാട് അണികളുമില്ല, വോട്ട് ബാങ്കിനാണെങ്കിൽ പോലും. അപ്പൊ ഈ സാഹചര്യത്തില് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എനിക്കത് പബ്ലിക്കിൽ തന്നെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോ എനിക്കെതിരെ ഒരു കേസുമായി ഈ മുബീന നിജാസ് എന്ന് പറയുന്ന വ്യക്തി പോയിരിക്കുന്നു. അവര് മാത്രമല്ല പോയിരിക്കുന്നത്, കേരളത്തിലുള്ള മുഴുവൻ വിശ്വാസികളെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ തിരിയാൻ. അവരെ അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് മതത്തെയാണ്. അങ്ങനെ ഒരു മതവർഗീയ കലാപം ഉണ്ടാക്കാൻ, ഒരു 1921 വീണ്ടും തുടർക്കഥ പോലെ വരാൻ ഇവരെ പോലെയുള്ളവർ ശ്രമിക്കുമ്പോൾ
നമ്മൾ എങ്ങനെയാ ശബ്ദിക്കാതിരിക്കുക? അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത്. ഓക്കെ.